ഹായ് ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഞാനിവിടെ 3 സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിന് 2 ഇഷ്ടപ്പെട്ട പേപ്പേഴ്സും ഒരു പെന്നുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കൊന്ന് നോക്കണം എന്നല്ലേ കിട്ടുള്ളൂ. നമുക്കൊന്ന് തപ്പണം. എൻ്റെ കയ്യിൽ കുറച്ച് എന്താ പറയുക ഇങ്ങനത്തെ ഒക്കെ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പിക്ചേഴ്സ്. നമുക്കപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കണം അവർക്ക്. സോ നമുക്കതിൽ നിന്ന് ഓരോ പേജ് നമുക്ക് മറിച്ചിട്ടിട്ട് നമ്മളപ്പോൾ ഇതാണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്. നമുക്കതിങ്ങനെ പറിച്ചെടുക്കാം. സോ നമുക്കത് പറിക്കണമെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് ഓക്കെ കിട്ടി. ഓക്കെ, അതെൻ്റെ അനിയൻ്റെ ഒച്ചയാണ്, നിങ്ങളത് കാര്യമാക്കണ്ട. ഇതും കൂടി എടുത്തോ. അപ്പോൾ നമ്മൾ ഇതും കൂടി വയ്ക്കുന്നുണ്ട്. ആൻഡ് ഇത് നമ്മുടെ വെച്ച സ്ഥലത്ത് തന്നെ വെക്കണം. എൻ്റെ സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ അലങ്കോലമായി പോകും ഗൈസ്. എൻ്റെ അമ്മ വഴക്ക് പറയും. സോ നമ്മൾ എൻ്റെ ഫ്രണ്ടിന് ഇഷ്ടപ്പെട്ടൊരു സാധനം ഞാനൊന്ന് എടുത്തോട്ടെ. മുത്ത് എൻ്റെ ഫ്രണ്ടിന് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് മുത്ത്. എൻ്റെ അടുത്ത് ഒരു ലോട്ട് ഓഫ് കളക്ഷൻ ഉണ്ട്. മുത്തൊക്കെ വേണമെങ്കിൽ എനിക്ക് വേണമെന്ന് ഒരു യെസ് അയച്ചാൽ മതി. എന്താണ് മുത്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇച്ചിരി മുത്തൊക്കെ എടുത്ത് കിടക്കാൻ ഞാനൊരു ലവ് ഷേപ്പ് സാധനം എടുക്കുന്നുണ്ട്. കണ്ടോ, ലവ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കുഞ്ഞൊരു മുത്ത് ഇതിൻ്റെ സൈഡിലോട്ടേക്കുണ്ട്. ഇത് ആൻഡ് ഇത്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു പിങ്ക് മുത്തുണ്ട്. കണ്ടോ, പിങ്ക്. അത് പിങ്കാണ്, അത് കാണുന്നില്ല കളറ്. ബ്ലൂ. ദെൻ നമ്മളൊരു റെഡ് എടുത്തിട്ടുണ്ട്, വെള്ള, അങ്ങനെ ഒരു ബ്ലൂ കളറ്. അപ്പോൾ ഈ ഒരു ചിൽക്കൂട്ട് പോലത്തെ ഒരു വൈറ്റും അതിനേക്കാൾ നല്ല വൈറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പിങ്ക്. ഇത്രയാണ് നമ്മൾ മുത്തായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുത്തൊക്കെ നല്ല സുരക്ഷിതമായി വെച്ചില്ലെങ്കിൽ ഇത് ഉരുണ്ടു പോകും. അപ്പോൾ നമുക്കിത് എന്തിലേലും പൊതിഞ്ഞിട്ടൊക്കെ വെക്കാം. നമുക്കപ്പോൾ അതിനുള്ള സെറ്റപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്, കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ വെക്കുന്നതാണ്. ഞാൻ അവിടെ നിന്ന് വെക്കട്ടെ. യെസ്, നമ്മൾ മുത്തൊക്കെ. ഇനി നമുക്കിത് പാക്കിംഗ് പരിപാടിയിലോട്ട് പോവാം. നമുക്ക് പാക്കിംഗ് പരിപാടി പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ മുത്താണ് ഇടുന്നത്. ബിക്കോസ് അത് ചിലപ്പോൾ ഉരുണ്ടൊക്കെ പോയെന്ന് വരാം. അയ്യോ പോയി. അത് നമുക്ക് പിന്നെ എടുക്കാം. വേറെ ഒന്നും നമുക്കത്. എൻ്റെ അനിയൻ്റെ ഒച്ചയാണത്. എൻ്റെ അനിയനത് എടുത്തോണ്ട് തന്നു ഗൈസ്. ഇതുണ്ടോ, എനിക്കത് എടുത്തോണ്ട് തന്നു. എൻ്റെ ചക്കര അനിയനാണ്. നമുക്ക് എൻ്റെ അനിയനെ കാണേണ്ടില്ല. എൻ്റെ അനിയൻ അയ്യോ പോയടോ. എൻ്റെ അനിയൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ട്. അയ്യോ, എൻ്റെ അനിയൻ്റെ ഒച്ച നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എൻ്റെ അനിയന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പൊന്നാരനിയനാണ്. വാ, ഞാൻ എൻ്റെ അനിയനെ കാണിച്ചു തരുന്നുണ്ട്. അയ്യോ, എൻ്റെ പൊന്നാരനിയൻ. എൻ്റെ അനിയന് 2.25 വയസ്സായി. ഇനി ഇതിപ്പോൾ സെപ്റ്റംബർ ആയില്ലേ. ഇനി ഒക്ടോബർ നവംബർ 18 എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. ഇതുകൊണ്ട് എൻ്റെ ചക്കര അനിയനാണിത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇനി കുറച്ച് സാധനമൊക്കെ വെക്കാനുണ്ട്. എൻ്റെ അനിയൻ്റെ പാതിയെ കാണുന്നുള്ളൂ അല്ലേ. അത് എൻ്റെ അനിയൻ അങ്ങ് സൈഡിലോട്ട് പോയി ഇരുന്നിട്ടാണ് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പേപ്പർ വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ മുത്തിട്ടു, പിന്നെ പേപ്പറാണ് വെക്കുന്നത്. പേപ്പർ എടുത്ത് നിൽക്കുന്നില്ല ഗൈസ്. അപ്പോൾ പേപ്പർ വെച്ചെടുക്കാം. പിന്നെ പിന്നെ സൈഡിലൊക്കെ നോക്കിയിടുന്നു. പോയി. പോയില്ല. ഓക്കെ, നമ്മളതവിടെ വെച്ച് ഇനി അടുത്തതായി നമ്മൾ പേപ്പർ എന്തോ ഒരു സാധനം ഗേറ്റ്. എന്ത് ഗേറ്റാണെന്ന് അറിയുന്നവരൊന്ന് പറയണേ. എന്തോ ഒരു ഗേറ്റാണ്, ഞാൻ മറന്നുപോയി ഗൈസ്. എന്താണെന്ന് അറിയുന്നവർ പറയണം. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ ഗൈസ്. അതുപോലെ നമ്മളെ ഇതിൽ നിന്നൊരു പേജ് എടുക്കട്ടെ. ഞാൻ എന്താ എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പേജിനാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഈ ഒരു പേജാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എടുക്കാൻ. അപ്പോൾ അതെടുക്കാം. എൻ്റെ അനിയൻ അത് തന്നെ എന്നൊക്കെ പറയുമായിരുന്നു. ഇങ്ങനെ നമുക്ക് ഒരു ഹാപ്പി ഹോളിഡേ എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതൊന്നും ശരിയാവുന്നില്ലല്ലോ. ഹാപ്പി ഹോളിഡേ എന്ന് പറയുന്ന സംഭവം അത് എടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ബാഗിൽ എന്തൊക്കെയോ ഞാൻ എഴുതിയിട്ടുണ്ട്.
ഓക്കെ, സോ നമുക്കത് എടുക്കണ്ട. നമുക്കൊരു വേറൊരു സംഭവം എടുക്കാം. ക്രയോൺസ്. അത് നമുക്ക് കൊടുക്കാം. ആ, നീച്ച് തരാം കേട്ടോ. എൻ്റെ അനിയൻ ചോദിച്ചതാണ് എന്നോട് എനിക്ക് ഒരെണ്ണം തരുമോ. എൻ്റെ അനിയൻ ഇതാ അതൊരു ആ തരാം. എൻ്റെ അനിയൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളതും ഒരു നല്ല അടിപൊളി സ്കെച്ചും കൊടുക്കുന്നുണ്ട്. തരും. എന്നിട്ട് അതുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ പാക്കിങ്. ഇനി നമ്മൾ ഒരു സംഭവം ചെയ്യാനുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അത് ഇവിടെ എവിടെയുണ്ട്? അയ്യോ, കാണുന്നില്ല. ഞാൻ വിചാരിച്ചു കാണുന്നില്ല. എവിടെ പോയത്? മൈ ഗോഡ്, കാണുന്നില്ല ഗൈസ്. അമ്മേ, ഇതെന്തോന്ന്? ആ, കിട്ടി. ഇതാണ് സ്മൈലി. അത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പം സ്മൈലി ഒരു ഇച്ചിരി വലുതിക്ക് ഒരു സ്മൈലി എടുത്ത് നേരെ ഒട്ടിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക? സോ നേരെ ഒട്ടിച്ചെടുക്കുകയാണ്. എനിക്ക് ഞാൻ അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരണ്ടേ. റിസൾട്ട് ഈസ് ഹിയർ ഫോർ യു. നൈസ് അമേസിങ് ഗിഫ്റ്റ് ഈസ് റെഡി. ഞാൻ അതിൻ്റെ മേലെ ഒരു സാധനം എഴുതിയിട്ടും കൂടി കാണിച്ചു തരാം. ഫോർ ഐറിൻ കൃഷ്ണ എന്ന് എഴുതാൻ എനിക്ക് അറിഞ്ഞൂടാ. അവളുടെ ഫുൾ നെയിം ഐറിൻ കൃഷ്ണ എന്നാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണത്. അപ്പോൾ നമുക്ക് ബൈ അനഘ എന്നും കൂടി എഴുതാം. ബൈ ANEGHA അനഘ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ പേരല്ലേ അനഘ. എൻ്റെ പേര് അവൻ അറിഞ്ഞൂടാ സാധാരണ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കാണുന്നവരെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പോൾ മുത്ത് വേണ്ടവർ യെസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ബൈ പറ. ബൈ.